പുരോഗമിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ദലിത് സംഘടനകൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പലയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കണ്ണൂർ കാൾടെക്സിൽ വാഹനം തടഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. कौन सा कर लगा इंगुलाब जिंदाबाद नितिन राज रक्त साक्षी नितिन राज रक्त साक्षी नितिन राज रक्त साक्षी അപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. പലയിടത്തും ഹർത്താൽ അനുകൂലികൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസ് ഇടപെട്ട് വാഹനം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ നേരെ പോകാം ഇടുക്കിയിലേക്കാണ്. അവിടെ മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, അപ്പോൾ അവിടെയും ഹർത്താൽ അനുകൂലികൾ പലയിടത്തായി വാഹനം തടയുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. എവിടെയാണ് നിലവിൽ ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമുള്ളത്? തീർച്ചയായും ജിൽസി, ഇന്ന് രാവിലെ തൊട്ട് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയിൽ വിവിധയിടങ്ങളിൽ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഭാഗികമായി വാഹനം തടയുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. പ്രവർത്തകരടക്കം പല ജംഗ്ഷനിലും കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും സ്വകാര്യ വാഹനങ്ങളെ തടയുകയും അതേസമയം പൊതുവാഹനങ്ങളടക്കം കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുന്നത് തൊടുപുഴ മോർ ജംഗ്ഷനിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. നിരവധി വാഹനങ്ങൾ വരുന്ന ഇടമാണ്. ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറച്ച് പ്രവർത്തകർ തടിച്ചുകൂടുകയും വാഹനങ്ങൾ ഭാഗികമായി തടയുകയും ചെയ്തിരുന്നു. ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസ് വാഹനത്തിലേക്ക് അവരെ ബലം പ്രയോഗിച്ച് കയറ്റുകയാണ്. അപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വലിയ തോതിലൊരു വാഹനം തടയലിലേക്കൊന്നും പ്രവർത്തകർ പോയിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചെറിയ തോതിൽ വാഹനങ്ങൾ തടയുന്നു. അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളുടെ സമരത്തിന്റെ സന്ദേശം പകർന്നു നൽകിയതിനു ശേഷം വാഹനങ്ങൾ കടത്തിവിടുക എന്നുള്ള രീതിയായിരുന്നു ഈ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നത്. വലിയ സംഘർഷ സമാനമായ യാതൊരു സാഹചര്യവും ഇവിടെ ഇവർ ഉണ്ടാക്കിയിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പക്ഷേ ഏതായാലും വലിയ ഒരു വാഹനം നിറയെ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെയും വിവിധ സംഘടനകൾ സമരങ്ങൾ ഹർത്താലുകളൊക്കെയും നടത്താറുണ്ട്. പക്ഷേ ഈ നിലയിൽ ഒരു അറസ്റ്റ് ചെയ്ത് നീക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും നിതിൻ രാജിന്റെ നിതിന് നീതിക്കായി എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദളിത് ആദിവാസി സംഘടനകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഹർത്താൽ ഇടുക്കി ജില്ലയിൽ സജീവമായി തന്നെ തുടരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുന്ന നീക്കമാണ് ഇപ്പോൾ നമുക്ക് തൊടുപുഴയിൽ നിന്ന് കാണാൻ കഴിയുന്ന മറ്റ് മേഖലകളിൽ തൊടുപുഴ കൂടാതെ വണ്ണപ്പുറം മുട്ടം മേഖലയിലൊക്കെ തന്നെയും ഈ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇത്തരം വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സമരപരിപാടികളൊക്കെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പൊതുവിൽ തന്നെയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെയും ടൗണിൽ അടഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് തൊടുപുഴയിൽ കാണാൻ കഴിയുന്നത്. പ്രാന്തപ്രദേശങ്ങളിലും അതിന് സമാനമായ സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെയും അടഞ്ഞുകിടക്കുന്നു. അതേസമയം പൊതുവാഹനങ്ങളൊന്നും തന്നെയും നിരത്തിലിറങ്ങുന്നില്ല എന്നതും കാണാം. KSRTC സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ രാവിലെ ഇതേവരെയായിട്ടും സർവീസുകൾ നടത്തിയിട്ടില്ല. ഇവിടെ തൊടുപുഴയിൽ പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകരെ ആകെയും തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എല്ലാവരെയും പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. പൂർണ്ണമായി ഇവിടുന്ന് പ്രവർത്തകരെയൊക്കെ നീക്കിയിട്ടുണ്ട്. അതേസമയം ടൗണിൽ മറ്റിടങ്ങളിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അതേ നിലയിൽ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതും ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇടുക്കിയിൽ പ്രത്യേകിച്ച് തൊടുപുഴയിൽ നിതിൻ രാജിന്റെ നീതിക്കായി എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള സംസ്ഥാന ഹർത്താൽ പുരോഗമിക്കുന്നു. ജിൽസി, അങ്ങനെയാണെങ്കിൽ ഇടുക്കി ഹർത്താലിനോട് അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ അധികം നിരത്തിൽ ഇറങ്ങുന്നില്ല. KSRTC സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഹർത്താൽ അനുകൂലികൾ തടയാനുള്ള ശ്രമങ്ങൾ തൊടുപുഴയിലടക്കം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി തുടങ്ങിയ വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്നതിന്